പറയപ്പെടുന്നത്. നിരവധി തപസ്സുകൾക്ക് ശേഷം ശ്രീമുരുകൻ സഹോദരിമാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നു. താൻ അസുരനായ ശൂരപത്മനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ മനുഷ്യരൂപത്തിൽ പുനർജനിച്ചതിന് ശേഷം മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്നും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മാനിച്ച് സുന്ദരവല്ലി കുറിഞ്ഞി പ്രദേശത്തെ ഒരു വള്ളിച്ചെടിയുടെ കീഴിൽ വള്ളിയായി പുനർജന്മം ചെയ്തു. ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്ന നമ്പിരാജൻ അല്ലെങ്കിൽ നമ്പി എന്ന് വിളിക്കപ്പെടുന്ന കാടിൻ്റെ തലവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വള്ളിദേവിയെ എടുത്തു വളർത്തി തൻ്റെ മകളായി വളർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മറ്റൊരു ഐതിഹ്യപ്രകാരം നമ്പി എന്ന വേട്ടക്കാരൻ ഒരു പർവ്വതത്തിന് താഴ്വാരത്തിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ആൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു പെൺകുട്ടിക്കായി വല്ലാതെ കൊതിച്ചു. മലഞ്ചെരുവിൽ ഒരു ശിവമുനി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം